ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന്റെ വാർത്താ ഇടപെടൽ ഇനിയും തുടരും എന്ന ഉറപ്പോടെ നമുക്ക് ആരംഭിക്കാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. മഴക്കാലമാണ്. നാട്ടിൽ നല്ല മഴ പെയ്യുന്ന സമയം കൂടിയാണ്. ഒരുപക്ഷെ റെക്കോർഡ് മഴ ഓരോ ദിവസവും പെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ വെള്ളം എത്രയുണ്ടായാലും വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന ഒരു കഥയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കാസർഗോട്ടേക്കാണ് യാത്ര. കാസർഗോഡ് ജില്ലയിലെ നെല്ലിക്കട്ടയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. ചെങ്കള പഞ്ചായത്തിലെ 3-ാം വാർഡായ ബിലാൽ നഗറിലാണ് കുടിവെള്ളം ലഭിക്കാതെ 45ഓളം കുടുംബങ്ങൾ ദുരിതമനുഭവിക്കുന്നത്. 20 വർഷം മുൻപ് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം നിലച്ചതാണ് ഈ ദുരിതത്തിന്, അതും ഈ മഴക്കാലത്ത് ഇത്തരത്തിൽ ഒരു ദുരിതത്തിന് കാരണമായത്. രാജീവ് ഗാന്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 വർഷം മുൻപ് ചെങ്കള പഞ്ചായത്തിലെ നെല്ലിക്കട്ടയിൽ നിർമ്മിച്ച ഈ വാട്ടർ ടാങ്കാണ് ബിലാൽ നഗറിലെ 45ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളത്തിനുള്ള ഏക മാർഗം. പക്ഷേ 5 മാസമായിട്ട് ഈ ടാങ്കിൽ വെള്ളമെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളും ദുരിതത്തിലാണ്. ചെങ്കള പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ബിലാൽ നഗറിലും സമീപ പ്രദേശങ്ങളിലും ഏക ആശ്രയമായിരുന്നു ഈ വാട്ടർ ടാങ്ക്. 20 വർഷം മുൻപ് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രദേശത്ത് ശുദ്ധജല വിതരണം ആരംഭിച്ചത്. ആദ്യം പദ്ധതിയുടെ ഉപഭോക്താക്കളായി 200ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. പിന്നീട് സാമ്പത്തികമായി ഉന്നതിയിലുള്ളവരൊക്കെ സ്വന്തമായി കുഴൽക്കിണർ കുഴിച്ചു. ഇതോടെ ബിലാൽ നഗറിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനത്തിനായി പണം കണ്ടെത്തേണ്ട ബാധ്യത 45ഓളം കുടുംബങ്ങൾക്ക് മാത്രമായി. കുടിവെള്ളം എത്തിക്കാൻ സ്ഥാപിച്ച മോട്ടറിനും പൈപ്പുകൾക്കും അറ്റകുറ്റപ്പണി വേണ്ടിവരുന്നത് അധിക ബാധ്യതയായി. 6 മാസം മുൻപ് മോട്ടറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചതോടെ ശുദ്ധജലം ഇവർക്ക് കിട്ടാക്കനിയായി മാറി. 44-45 വീടുകളുണ്ട്. ഈ വെള്ളത്തിന് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ മഴവെള്ളം വരുന്നത് കൊണ്ട് അങ്ങനെ ഒപ്പിച്ചിട്ട് പോകുന്നു. ഇപ്പോൾ ഇത് മുടങ്ങിയിട്ട് 4-5 മാസമായി. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പുറത്തെ വീട്ടുകാർ എപ്പോഴും ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ. ആഴ്ചയിൽ ഒരു ദിവസമോ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെയിട്ട് വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് പോകുന്നുണ്ട്. വെള്ളം എത്തിക്കാൻ ചെങ്കള പഞ്ചായത്ത് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. മോട്ടോർ നന്നാക്കാനും പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾക്കുമായി 1.25 ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തു. എന്നാൽ കരാറെടുത്ത കരാറുകാരൻ പണി ആരംഭിച്ചില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കരാറുകാരന്റെ അനാസ്ഥയാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് കാരണമെന്നാണ് പഞ്ചായത്ത് അധികൃതരും പറയുന്നത്. വീഴ്ച ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും 45 കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. വിഷ്ണു കച്ചേരിക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. 6 മാസമായി ഇതാണ് അവസ്ഥ എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ കുടുംബങ്ങൾ, അവിടുത്തെ ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ പല പദ്ധതികളും പിന്നീട് ആവിഷ്കരിച്ചെങ്കിലും ഒന്നും നടപ്പിലായില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാണാൻ ചില പ്രതികരണങ്ങൾ കൂടി. നിലവിൽ ടാങ്കിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മോട്ടർ കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ നമ്മൾ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാർഡ് മെമ്പർ വാട്ടർ അതോറിറ്റി ആയിട്ട് ഇതിനൊരു ഫണ്ട് പാസ്സാക്കി. നിലവിൽ ഫണ്ട് പാസ്സാക്കിയിട്ട് 2 മാസം കഴിഞ്ഞ് നിലവിൽ ഇത് കരാറെടുത്ത ആൾ ഇതുവരെ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടാണ്. വിളിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുത്തോ, എന്ന് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ, നമുക്ക് ഇഷ്ടമുണ്ടാകുന്ന സമയത്ത് ഒരു പണി എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇതുവരെ ടോട്ടൽ 5 മാസമായി വെള്ളം നിലവിൽ നിന്നിട്ട്. അപ്പോൾ വാർഡ് മെമ്പറോട് പല പ്രാവശ്യം കുറച്ചും കൂടി സ്പീഡാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാകുമ്പോൾ ഇതുവരെ സ്പീഡാക്കിയിട്ടാണ്. ഇപ്പോൾ വാർഡ് മെമ്പർ പറയുന്നത് ഇനിയും കുറച്ച് ദിവസം കഴിയുമെന്നാണ് പറയുന്നത്. അടുത്തുള്ള ബോറിട്ട വീട്ടിൽ നിന്ന് കുറച്ചായിട്ട് ഇങ്ങനെ ഒരു തരുന്നത്, അത് എല്ലാ ദിവസവും തരുന്നില്ല. പിന്നെ കറണ്ട് ബില്ല് എല്ലാം ഞങ്ങൾ കൊടുത്തിട്ട് വാങ്ങുന്നതാണ്. പിന്നെ മഴവെള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് എടുക്കുന്നത്. കുഞ്ഞുവെള്ളം ഉണ്ട് വീട്ടിൽ, നല്ലോണം ബുദ്ധിമുട്ടാണ്. 4 മാസം കഴിഞ്ഞ് 5 മാസം ആകുന്നുണ്ട്. അത് എല്ലാവരും ബുദ്ധിമുട്ടിലുണ്ട്. ആണും പെണ്ണും എല്ലാവരും ബുദ്ധിമുട്ടുണ്ട്. ഒരു ദിവസം അപ്പുറത്തുനിന്ന് വെള്ളം മേണിക്കുക,
രണ്ടാമത്തെ ദിവസം വിളിക്കുന്നത് അവരെ വീട് പൊന്തുന്നു. ഇത് ഇവിടെ 4 മാസം കഴിഞ്ഞ് 5 മാസം ആകാനായി ഈ ടാങ്കിങ്ങൾ വെറുതെ നിൽക്കുന്നത്. അതിനുള്ളൊരു വെള്ളവും ഒരു മോട്ടർ കേടായിട്ടുണ്ട്. ടാങ്കിൽ വെള്ളം കിട്ടാതെ ഇത് പൈപ്പൊന്നും ശരിയില്ല, അങ്ങനെ ആയിട്ടല്ലേ ഇപ്പം 5 മാസം വെള്ളം ഇല്ലാതായത്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും. നമ്മുടെ വീട്ടിൻ്റെ അപ്പുറം 3-4 വീടുണ്ട്, അവർക്കും അങ്ങനെ വെള്ളമില്ലാതെ അവരപ്പുറത്തും ഇപ്പുറത്തും നല്ല വെള്ളം എടുക്കും. എന്തായാലും അവരുടെ ദുരിതത്തിന് ഒരു അറുതി ഉണ്ടാവണം. എന്താണ് അവിടെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പദ്ധതി, എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് അധികൃതർ വളരെ കൃത്യമായി തന്നെ ആലോചിക്കേണ്ടതുണ്ട്. ഇനിയും അവരെ ഈ തരത്തിലൊരു ദുരിതത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ല അവിടെ. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക്. ഒരു വാട്ടർ ടാങ്കിനെ ഭയന്ന് നെഞ്ചിടിപ്പോടെ ജീവിക്കുകയാണ് കൊല്ലം കുളത്തൂപ്പുഴയിലെ ആളുകൾ. പൊട്ടിപ്പൊളിഞ്ഞ് കമ്പികൾ തെളിഞ്ഞ വാട്ടർ ടാങ്ക് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയാണുള്ളത്. പഞ്ചായത്തും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഉടമസ്ഥ തർക്കങ്ങളാണ് ഈ ടാങ്ക് പൊളിച്ചു നീക്കുന്നതിലെ തടസ്സമായി നിൽക്കുന്നത്. കുളത്തൂപ്പുഴ വടക്കേ ചെറുകര നിവാസികളുടെ വെള്ളം കുടി മുട്ടാതിരിക്കാൻ സ്ഥാപിച്ചൊരു ടാങ്കാണ് എനിക്ക് പിന്നിൽ. എന്നാൽ ഇതിൽ നിന്നും ഇവിടുത്തുകാർക്ക് വെള്ളം ലഭിച്ചത് തുച്ഛമായ മാസങ്ങളിൽ മാത്രം. ഇന്നിത് ഇവരുടെ ജീവന് തന്നെ ഭീഷണിയായി നിലനിൽക്കുകയാണ്. വടക്കേ ചെറുകര ഭാഗത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് 40 വർഷം മുമ്പ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പ്രദേശവാസിയായ പത്രോസിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ വസ്തുവിലാണ് വാട്ടർ അതോറിറ്റി ടാങ്ക് സ്ഥാപിച്ചത്. 40 വർഷത്തിലേറെ പഴക്കമുണ്ടിതിന്. സമീപത്തെ കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിലെത്തിച്ച പ്രദേശവാസികൾക്ക് ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. പ്രദേശത്തിന്റെ ഏറ്റവും ഉയരമുള്ള ഭാഗമായ ഇവിടെ 60 അടിയോളം ഉയരത്തിലായാണ് ടാങ്ക് സ്ഥാപിച്ചത്. 10,000-കണക്കിന് ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി. പക്ഷേ പ്രദേശവാസികൾക്ക് ഇത് അധിക നാളൊന്നും പ്രയോജനപ്രദമായില്ല. ടാങ്കിൽ നിന്നും വെള്ളം ലഭിക്കണമെങ്കിൽ ഉപഭോക്താക്കൾ വാട്ടർ അതോറിറ്റിക്ക് വിഹിതം നൽകേണ്ട സ്ഥിതിയായി. ജലനിധിക്കാർ പറഞ്ഞ് നാട്ടുകാർക്കുള്ള പേരിൽ ആക്കാം. കാരണം അവർ ഒരു വിഹിതം അടയ്ക്കണം ജലനിധിയിൽ, എങ്കിലേ നാട്ടുകാർക്ക് അത് ഉപയോഗിക്കാനും. അപ്പോൾ ഈ വിഹിതം അടയ്ക്കാൻ നാട്ടുകാർക്ക് വിസമ്മതിച്ചു. അത് കാരണം ഇതിങ്ങനെ അങ്ങ് നിലനിൽക്കുകയും പിന്നെ ജലനിധിക്കാർ ഇതിനകത്ത് ജലം തരുന്ന സംവിധാനങ്ങളും പമ്പ് ഉപയോഗിക്കുന്ന രീതി ഇല്ലാതായി. ഇതോടെ നാട്ടുകാർ പദ്ധതിയിൽ നിന്നും വെള്ളം എടുക്കാതെയായി. അങ്ങനെ ഒരു നോക്കുകുത്തിയായി ഈ ജലസംഭരണി മാറി. സ്ഥിരം രാത്രികളിൽ ഇവർ പേടിച്ചുണരാറുണ്ട് സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ ഇത് വളരെ അപകടമായ രീതിയിൽ തന്നെ ഇത് നിലനിന്ന് പോവുകയാണ്. എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചു തരണം, ഞങ്ങൾക്ക് ഭീഷണി തന്നെയാണ്. ഇങ്ങനെ പൊഴിഞ്ഞ് വീണുകൊണ്ട് ഇരിക്കുക. അതുകൊണ്ടൊരു കമ്പി ഇതുകൊണ്ട് വീണ് ഇപ്പം പൊടി കൊച്ചുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ ഇത് വീണുകൊണ്ടിരിക്കുക. രാത്രികാലമൊക്കെ നല്ല ശബ്ദത്തിലാണ് വീഴുന്നത്. കാറ്റും മഴയും എത്തുമ്പോൾ ഇവിടുത്തുകാരുടെ നെഞ്ചിടിപ്പ് കൂടും. ടാങ്ക് വീടിന് മുകളിലേക്ക് വീഴുമെന്ന ഭീതിയിൽ രാത്രിയിൽ ഉറക്കം പോലുമില്ലാത്ത അവസ്ഥ. ഒരുപാട് നാളായിട്ട് ഇത് അപകടാവസ്ഥയിലാണ്. ഇതിനടിയിൽ ആൾക്കാർ പോവുകയും അത് ഒരുപാട് പീസുകളൊക്കെ ഇളകി വീഴുകയും ഇതിനടിയിൽ മദ്യപാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തു നിന്ന് ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. എൻ്റെ പീസുകളൊക്കെ ഇങ്ങനെ തറയിലോട്ട് വീഴുന്ന ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായതോടെ ടാങ്ക് പൊളിച്ചു നീക്കണമെന്ന ആവശ്യവുമായി വാർഡ് മെമ്പർ തന്നെ രംഗത്തെത്തി. 2022 മുതൽ ഈ ടാങ്ക് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടികൾ തേടുകയാണ്. അപ്പോൾ ഉടമസ്ഥാവകാശമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം പഞ്ചായത്തിൻ്റെ രേഖകളിൽ ഇതില്ലായിരുന്നു. ഈ ജലസംഭരണിയുടെ രേഖകൾ ഒന്നും തന്നെ പഞ്ചായത്തിൽ ലഭ്യമല്ല. നിർമ്മിച്ചവർ പൊളിച്ചു നീക്കാനും തയ്യാറായില്ല. ഒടുവിൽ പഞ്ചായത്തു തന്നെ പൊളിക്കാൻ തീരുമാനിച്ചു. നിരവധി വീടുകൾ വാട്ടർ ടാങ്കിന് സമീപം സ്ഥിതി ചെയ്യുന്നതിനാൽ അപകട സാധ്യത മുന്നിൽ കണ്ട കരാറെടുക്കാൻ വന്നവർ പലരും ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ പൊളിക്കാൻ നടപടികളായതായി മെമ്പർ സെറീന ഷാൻ. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണസമിതി ഒന്നടങ്കം തീരുമാനമെടുക്കുകയും അതിന് പ്രകാരം കൊട്ടേഷൻ വിളിച്ചു കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. കരാറുകാരൻ പൊളിച്ചു നീക്കുമെങ്കിലും കമ്പിക്കഷ്ണങ്ങളൊക്കെ പഞ്ചായത്തിന് നൽകണമെന്നാണ് കരാർ. ജനങ്ങൾക്ക് ഭീഷണിയായ ഈ വാട്ടർ ടാങ്ക് ഉടൻ തന്നെ പൊളിച്ചു നീക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുമ്പോഴും അതിനി എത്ര മഴയും വെയിലും നെഞ്ചിടിപ്പോടെ കാത്തിരിക്കണമെന്നാണ് ഇന്നാട്ടുകാർ ചോദിക്കുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. തിരുവനന്തപുരം വേളിയിൽ 4 കിലോ കഞ്ചാവുമായി യുവതി പിടിയിലായി എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. വലിയ വേളി സ്വദേശി ബിന്ദുവിനെയാണ് ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, എവിടെ നിന്നാണ് ഈ യുവതി പിടിയിലായത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ?
പ്രജിൻ, തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജ് വഴി ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പിടികൂടിയത്. 4 കിലോ കഞ്ചാവ് പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വലിയവേളി സ്വദേശിയായ ബിന്ദുവിനെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിരീക്ഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. ബിന്ദുവിന്റെ ഭർത്താവ് നേരത്തെ കഞ്ചാവ് കേസുകളിൽ പ്രതിയാണെന്ന് കൂടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും കണ്ണുകൾ ഇവർക്ക് ഇതിൽ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരിശോധനകൾ നടത്തുമെന്ന് ഡാൻസ് ഓഫ് ടീമും അറിയിച്ചിട്ടുണ്ട്. ശരി, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.